ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വരുന്ന ഓണം എക്സാമിൽ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിന്റെ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് ഏത് ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് എക്സാമിന് കിട്ടിയാലും നിങ്ങൾ കിടുവായിട്ട് ആ 5 മാർക്ക് നേടിയെടുത്തിരിക്കും. അതിനുള്ള ടെക്നിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ്. നമ്മുടെ ബോയ് ഇല്ലായിരുന്നു ഏത് ചാപ്റ്ററിലെ? ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ്. ക്യാറ്റ്സിനെ വരയ്ക്കുന്ന ആ ഒരു ചെക്കനിലെ ആ ചെക്കൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ആ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കിവിടെ എഴുതിയാലോ? അതിനു മുമ്പ് ഈ ചാപ്റ്റർ ഈ ഒരു ക്യാരക്ടർ മാത്രമാണോ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? നോ, മറ്റു ക്യാരക്ടേഴ്സും എക്സ്പെക്റ്റബിൾ ആണ്. എന്തായാലും ഏത് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ ഷെയർ ചെയ്ത് കൊടുക്കാം, മറന്നു പോരുത്. യെസ്, നോക്കുക. നമുക്ക് നോക്കാം. ഏത് ക്യാരക്ടർ കിട്ടിയാലും ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ ഒരു ക്യാരക്ടറിന്റെ പേര് ഹെഡിങ്ങിൽ എഴുതി കൊടുക്കണം. ആക്ച്വലി ഹെഡിങ് ആ ഒരു ക്യാരക്ടറിന്റെ പേരാണ് എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ ഈ ഒരു ക്യാരക്ടറിന്റെ പേരില്ല, പക്ഷെ നമുക്ക് ബോയ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഹെഡിങ് ദ ബോയ് എന്ന് നമുക്ക് എന്താക്കാം, എഴുതി കൊടുക്കാം. സെറ്റ് ദ ബോയ്. യെസ്, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോറി ഓതർ. ഏതാണ് കഥ? അത് എവിടെയുണ്ട്? നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് ആണ് സ്റ്റോറിയുടെ പേര്. അതുപോലെ തന്നെ ആരാണ് എഴുതിയത് എന്നുള്ളത് നമുക്ക് മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ ആ സ്റ്റോറി അതുപോലെ തന്നെ ആ ഓതറുടെ പേരും നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. യെസ്, നോക്കാം. ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ഹസെഗാവ തകേജിറോ. നൈസ് നെയിമില്ലേ? അത് ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ പേരാണ്. ഓക്കെ, ഏതായാലും ഓർമ്മിച്ച് വെക്കുക, സെറ്റാക്കുക. ആ പേര് ഓർമ്മ ഉണ്ടായിരിക്കുക. ആ ഒരു സ്റ്റോറിയുടെ പേര് ക്വസ്റ്റ്യനിൽ മിക്കവാറും ഉണ്ടായിരിക്കും. യെസ്, ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ക്യാരക്ടർ. ക്യാരക്ടറിന്റെ റോൾ എന്താണ്, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആ കഥയിൽ എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ അപ്പിയറൻസ്. ഫിസിക്കലി അദ്ദേഹം കാണാൻ എങ്ങനെയാണ്? നമ്മൾ ഈ ക്യാരക്ടറിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം ഭയങ്കര തിന്നാണ്, അത്ര ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് എങ്ങനെയാണ്, അക്വാലിസ്റ്റിനോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്, ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താക്കണം, നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇതുപോലെ വേറെ ഏത് ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലും അതിലും ഇത്തരം കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി അത് എഴുതി കൊടുക്കുക. റൈറ്റ് ദ ക്യാരക്ടർ റിലേഷൻഷിപ്പ് അതർ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഇതിൽ നമ്മൾ ഈ ഒരു ബോയിനെ പറ്റി പറയുന്ന സമയത്ത് ആ ബോയിൻ്റെ പാരൻസിനെ പറയാം. അതുപോലെ തന്നെ ആ ബോയിൻ്റെ അക്വാലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ പ്രീസിനെ പറയാൻ പറ്റും. റൈറ്റ് എനി ഇൻസെൻസ് ഫ്രം ദ സ്റ്റോറി. കഥയിൽ നിന്നുള്ള ഏതെങ്കിലും അവസരം നിങ്ങൾ പറയാം. ക്യാരക്ടർ ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്, എല്ലാവരോടും ഭയങ്കര ഒരു ആദരവാണ് അവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആദരവ് കാണിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ നമുക്ക് എന്താക്കാം, കഥയിൽ നിന്ന് ഇന്ന സമയത്ത് അവൻ ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അവസാനം മൈ ഒപ്പീനിയനും കൂടി എഴുതി കഴിഞ്ഞാൽ യെസ്, ദാറ്റ്സ് അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാവുന്നതാണ്, നിർബന്ധമില്ല, എന്നാലും അത് എഴുതിയാൽ അടിപൊളിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതിൻ്റെ എക്സാക്ട് ക്യാരക്ടർ സ്കെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് നോക്കിയാലോ? നമ്മൾ ഹെഡിങ് എഴുതി, അതുപോലെ തന്നെ ചാപ്റ്ററിന്റെ പേര് ഓതറുടെ പേരൊക്കെ എഴുതി. ദ ബോയ് ഈസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ഇറ്റ്. ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ക്യാരക്ടറാണ്. ഹീസ് എ സ്മോൾ, ഒരു ചെറിയ കുട്ടിയാണ്. ആൻഡ് ക്ലവർ, ഭയങ്കര ബുദ്ധിമാനാണ് അല്ലേ? അവനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുന്നൊക്കെ അവിടെ എഴുതി വെച്ചോ. ക്ലവറാണ്. ആൻഡ് ആർട്ടിസ്റ്റിക് ചൈൽഡ്, നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ള ഒരു ചൈൽഡാണ്. അൺലൈക്ക് ഹിസ് സിബ്ലിങ്സ് ഹിസ് നോട്ട് സ്ട്രോങ് ഇനഫ് ഫോർ ഹാർഡ് വർക്ക്. മറ്റവരൊക്കെ കൃഷിയിടങ്ങളിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവന് ഹാർഡ് വർക്കിനൊന്നും പറ്റാത്ത ഒരാളാണ്. അവൻ എന്താണ്, യെസ്, അവന് ഭയങ്കര ഒരു ക്ലവർ മൈൻഡ് സാധനങ്ങളാണ്. ബട്ട് ഹി ഹാസ് എ നാച്ചുറൽ ടാലൻറ്റ് ഫോർ ഡ്രോയിങ്. അവൻ നന്നായിട്ട് വരയ്ക്കാനുള്ള ഒരു നേച്ചുറൽ ടാലൻറ്റ് അവനുണ്ട്. പ്രകൃതിയാവൻ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, അല്ലാതെ വരയ്ക്കുന്ന ക്ലാസ്സിനൊന്നും പോയിട്ടല്ല. ഏതായാലും എസ്പെഷ്യലി ക്യാറ്റ്സ്, പ്രത്യേകിച്ച് അവന് ക്യാറ്റിനെ വരയ്ക്കുന്ന ഒരു പ്രകൃതമാണ് അവനുണ്ടായിരുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ക്യാറ്റിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഹി ഈസ് റെസ്പെക്ട്ഫുൾ ആൻഡ് ഒബീഡിയൻറ്റ്. ഭയങ്കര അനുസരണമുള്ളവനാണ്, ഒബീഡിയൻ്റ് ആണ്, അതുപോലെ റെസ്പെക്ട്ഫുൾ ആണ്, എല്ലാവരും ഭയങ്കര റെസ്പെക്ട് ചെയ്യും. ബട്ട് സ്ട്രഗിൾസ് ടു ഫോക്കസ് ഓൺ ഹിസ് സ്റ്റഡീസ്. പഠനത്തിൽ നന്നായിട്ടൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം എന്താ? ബിക്കോസ് ഓഫ് ഹിസ് ലവ് ഫോർ ആർട്സ്. അവൻ ഈ കലകളോട് ഭയങ്കര സ്നേഹമാണ്. അതുപോലെ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഓൻ എന്തെങ്കിലും പഠിക്കാൻ പറയുന്നത് അത് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരിക്കും. ക്ലാസ്സിൽ നിന്നൊക്കെ ബാക്കിൽ നിന്ന് എന്തോ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് എടുക്കുകയാണെങ്കിലും ബാക്കിൽ
ചെയ്യുന്ന എന്തെങ്കിലും ചിത്രം വരച്ചിരിക്കുന്ന കലാകാരന്മാരുണ്ടായിരിക്കും. അതുപോലെ when the priest tells him to leave the temple, അവനോട് അവസാനം പറഞ്ഞു, മോനെ അനക്ക് പറ്റിയ പണിയല്ല ഇവിടുന്ന് പഠിക്കാന്നുള്ളത്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടയച്ചപ്പോൾ and avoid large places at night, രാത്രി ലാർജ് പ്ലേസസ് ഒഴിവാണെന്നുള്ള ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ഓക്കെ, the boy follows the advice, ആ ഉപദേശം അവൻ സ്വീകരിച്ചു. അതാണ് അവൻ പറഞ്ഞത്, ഒബീഡിയന്റ് ചൈൽഡ് ആണ്, എല്ലാവരെയും അനുസരിക്കുന്ന ഒരു കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. which saves him from danger, വലിയൊരു അപകടത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സോ അവൻ ഒബീഡിയന്റ് ആണെന്നുള്ളത് ആ ഒരു ഇൻസ്റ്റൻസ് ഫ്രം ചാപ്റ്ററിൽ നിന്നുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എടുത്ത് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം മറന്നു പോരുത്. നെക്സ്റ്റ് വൺ, ഹിസ് ഡ്രോയിങ്സ് ഓഫ് ക്യാറ്റ്സ് കം ടു ലൈഫ് ആൻഡ് ഡിഫീറ്റ് എ ഗോബ്ലിൻ. അവൻ്റെ ആ ഒരു ചിത്രം അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ചിത്രത്തിനൊരു ജീവൻ വന്ന് ജീവനുള്ള ചിത്രത്തെ പോലെ അവൻ വരയ്ക്കാൻ കഴിഞ്ഞു അല്ലേ. ഒരു 3D പിക്ചർ എന്നൊക്കെ പറയാൻ പറ്റും. ശരിക്കും ഒരു ക്യാറ്റിനെ വരച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഗോബ്ലിൻ, അവിടെ ഒരു വലിയൊരു മുട്ടൻ, ഒരു എലിയെ എന്താക്കാൻ പറ്റി, ഈ ഒരു പിക്ചർ കാരണം കൊല്ലാൻ പറ്റി. ഷോയിങ് ദാറ്റ് ഹിസ് യുണീക്ക് ടാലൻറ്റ് ഈസ് പവർഫുൾ ആൻഡ് സ്പെഷ്യൽ. അവൻ്റെ ഈ ഒരു അതുല്യമായ ശക്തി എന്ന് പറയുന്നത്, ഈ ഒരു കല എന്ന് പറയുന്നത് പവർഫുൾ ആണ്, ശക്തമാണ്, അതുപോലെ തന്നെ സ്പെഷ്യലാണ്, മറ്റുള്ള എല്ലാവർക്കും ഉള്ള ഒരു കഴിവല്ല, എസ്പെഷ്യലി ഇത് ക്യാറ്റിനെ വരയ്ക്കുക എന്നുള്ളത്. സോ ഇനി നിങ്ങൾക്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഹി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ ബിക്കോസ് he is, even though he is not focusing on study, his character and behavior is that much good because he's always obedient to the parents and we can say the priest എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി, ഇതിൻ്റെ അഭിപ്രായമാണ്, അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് എന്താക്കാം അവിടെ അടിയിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇതുപോലെ വേറെ ഏത് ക്യാരക്ടറാണ്, വിച്ച് ക്യാരക്ടർ ടു ഡു ഫോർ ദ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ക്യാരക്ടറാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഫ്രീ നോട്ട്സിന് വേണ്ടി കമൻറ്റ് ബോക്സിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ എക്സാക്റ്റ് 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറന്നു പോരുത്. നമുക്ക് ഇതുപോലെ വെറൈറ്റി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.